ഓ ബായ്, ഈ ഒരു സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കളി കാണുമെന്ന് പറഞ്ഞത് ഒരു പ്യുവർ എന്റർടൈൻമെന്റ് ആണ്. സാധാരണ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന്. ആക്ച്വലി ആദ്യത്തെ ആ ഒരു കളി ആർസണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനും അമോറിയം കൊടുത്തത് ഒരു ആശയായിരുന്നു. ഒരു ആശയല്ല, ഒരു വലിയ ആശയമായിരുന്നു. ആ ഒരു കളിക്ക് ശേഷം ഒരുപാട് ആരാധകർ നമ്മളൊരു കമന്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോയിൽ മാത്രമല്ല, ഏകദേശം എല്ലാ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസിൻ്റെ അടിയിലും ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാർ, ആ ഒരു കളി തോറ്റിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരായി കണ്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ആയിരുന്നു. അവർക്ക് അത്രയും ഹോപ്പ് ഉണ്ടായിരുന്നു. അവർ ആ ഒരു പെർഫോമൻസ് കണ്ടതിന് ശേഷം അവിടെ എന്താ പറയണ്ട, ഒരു എക്സൈറ്റ്മെൻറ്റ് ലെവല് ഹൈ ആയിരുന്നു, ഒരു വാനോളം എന്നൊക്കെ പറയാം. അതിനുശേഷമുള്ള രണ്ടാമത്തെ കളി ഫുൾ ഹാം, കുറേ ആൾക്കാർ പറഞ്ഞു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബാക്ക് ടു ഡിഫോൾട്ട് സെറ്റിംഗ്. കഴിഞ്ഞ സീസണിൽ എവിടെയാണോ നിർത്തിയത് ആ ഒരു പൊസിഷനിലേക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോകുന്നതെന്ന്. പക്ഷെ അങ്ങനെ അധികം ആൾക്കാരും വിചാരിച്ചില്ല ഈ ഒരു മത്സരത്തിൽ, അതും ലീഗ് 2. സോറി, ഞാൻ കളിയാക്കി ചിരിച്ചതല്ല കേട്ടോ. ആക്ച്വലി അവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു മത്സരം എൻഡ് ചെയ്ത ആ ഒരു 11 എന്ന് പറയുന്നത് പ്രോപ്പർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 11 ആണ്. പക്ഷെ അവരെ ഗ്രിൻസി ടൗണിൻ്റെ 11 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവരെ കുറച്ച് മെയിൻ പ്ലെയേഴ്സൊക്കെ മിസ് ഔട്ട് ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് യങ്സ്റ്റേഴ്സിനെ വെച്ചായിരുന്നു ആ ഒരു ലീഗ് 2 ടീം കളിച്ചത്. ഡിസപ്പോയിൻറ്റിങ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആക്ച്വലി ഒരു ന്യൂട്രൽ ഫാൻ എന്ന രീതിയിൽ നമ്മൾ ആ റിസൾട്ട് കണ്ട ശേഷം വിചാരിക്കില്ലേ, ദിസ് ഈസ് ഷിറ്റ്. അതാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒനാന, ഐ തിങ്ക് ഇപ്പം എല്ലാവരും കൂടി ഒനാനനെ ബാഷ് ചെയ്യാൻ പോകും. ആ രണ്ടാമത്തെ ഗോള് വീണ ആ ഒരു രീതി, പെനാൽറ്റി ഞാൻ പറയില്ല, പെനാൽറ്റി ഓക്കെ. ഞാൻ എൻ്റെ ഒരു വീഡിയോ, മുന്നത്തെ വീഡിയോ, നമ്മളെ ക്രിസ്റ്റൽ പാലസുമായിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിവർപൂളിൽ പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല ആര് പുറത്തടിക്കും ആര് തടുക്കും. അത് പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പകുതി 50-50, ഹാഫ് ലക്കും ഹാഫ് ഇതുമാണ്. അപ്പം ഏതൊരാൾക്കും ഏതൊരു ദിവസം വേണമെങ്കിൽ അടിച്ച് കയറ്റാം, ഏതൊരാൾക്ക് ഏതൊരു ദിവസം വേണമെങ്കിൽ പുറത്തേക്ക് കളയാം. ഒരു ഗോളി നല്ല ഒരു മൂടാണെങ്കിൽ തടുക്കുകയും ചെയ്യാം. അപ്പം പെനാൽറ്റി ഞാൻ സംസാരിക്കുന്നില്ല, അത് ഏകദേശം ഒരു നമുക്ക് പറയാം പ്യുവർ ലക്ക്, അല്ലെങ്കിൽ ഒരു 50-50 ലക്ക് ആൻഡ് കഴിവ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു ലീഗ് 2 ടീമിൻ്റെ യങ് 11 തോൽപ്പിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓൾമോസ്റ്റ്, അതായത് പ്രീമിയർ ലീഗ് 11 ആണ് അവസാനം ആ ഒരു ഫിനിഷ് ചെയ്ത സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എന്താ പറയണ്ടത്, ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിന് നൽകുന്ന ഒരു സൂചന, അല്ലെങ്കിൽ അമോറിമത്തിന് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഈ ഒരു ടീം ഇപ്രാവശ്യവും മേ ബി ലാസ്റ്റ് സീസൺ എവിടെയാണോ നിർത്തിവെച്ചത് ആ ഒരു ദിശയിലേക്കാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു സീസണെ സംബന്ധിച്ചിടത്തോളം അമോറിം ആക്ച്വലി സീസണിൻ്റെ പകുതിക്കാണ് ടീമിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് ഒരുപാട് തോൽവികൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും ടീമും അതുകൂടാതെ മുൻ പ്ലെയേഴ്സും ഒക്കെ അമോറിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പുതിയ മാനേജർ വന്നു, പുതിയ സിസ്റ്റം ഒരു ടീമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, അതൊരു പഴയ മാനേജറിൻ്റെ പ്ലെയേഴ്സിനെ വെച്ച്. അപ്പം സ്വാഭാവികമായിട്ടും അതെടുക്കാൻ കുറച്ച് സമയമെടുക്കും. എസ്പെഷ്യലി ഒരു സീസണിൻ്റെ പകുതിക്ക് ചേരുന്നത് കൊണ്ട് അത് അവർ അഡാപ്റ്റ് ചെയ്യാനും അതുകൂടാതെ പ്ലെയേഴ്സ് ആ പുതിയ കോച്ചിൻ്റെ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയമെടുക്കും എന്നുള്ളൊരു രീതി കൊണ്ട് കഴിഞ്ഞ സീസണിൽ ഒരുപാട് തോൽവികൾ ഇങ്ങനെ കണ്ടിന്യൂസ് വന്ന് കൊണ്ടിരുന്നെങ്കിലും ആൾക്കാർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം പുതിയ കോച്ച് പക്ഷേ പഴയ പ്ലെയേഴ്സിനെ വെച്ച് കളിക്കുന്നത് കൊണ്ട്, സിസ്റ്റം സഡൻലി ചേഞ്ച് ആയതുകൊണ്ട് ഇങ്ങനെ തോൽവി വരുന്നുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് ടീം വേണമെങ്കിൽ ഏത് ടീമിനെ തോൽപ്പിക്കാം, കെൽപ്പുള്ള ഒരു ലീഗാണ്. അപ്പം എല്ലാവർക്കും ഒരു ഓക്കെ ആയിരുന്നു ഇങ്ങനെ തോൽവി വന്നത്. ഓക്കെ, നമ്മൾ ഫാൻസ് ആയാലും എല്ലാവരും ഓക്കെ, പുതിയ മാനേജർ, നല്ല കാലിബറുള്ള മാനേജർ, ഓക്കെ, ഇപ്പം തോറ്റാലും പ്രശ്നമില്ല, അടുത്ത സീസണിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്ലെയേഴ്സിനെ കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ സിസ്റ്റം വർക്കൗട്ട് ആവും എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ആയാലും അതുകൂടാതെ എക്സ് പ്ലെയേഴ്സൊക്കെ ആയാലും. അതേപോലെ ഈ സീസൺ തുടങ്ങി 3 പ്ലെയേഴ്സിനെ ഫ്രണ്ടിലേക്ക് 3 കംപ്ലീറ്റ് ആയിട്ടുള്ള ന്യൂ പ്ലെയേഴ്സിന് സൈൻ ചെയ്തു. അതും നല്ല എമൗണ്ട് ആണ്, ചെറിയ 20 മില്യണോ 30 മില്യണോ കൊടുത്തിട്ടൊന്നല്ല സൈൻ ചെയ്തത്. എല്ലാവരും നല്ല ഹൈ ട്രാൻസ്ഫർ ഫീല് വന്ന പ്ലെയേഴ്സാണ്. അപ്പം അതുകൂടാതെ പ്രീ സീസൺ ആണെങ്കിൽ എല്ലാ മത്സരവും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്.
പുതിയ സിസ്റ്റത്തിൽ നല്ല രീതിയിൽ പ്രീ സീസണിൽ ആക്ച്വലി പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ ഞാൻ അതിനൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ടാക്ടിക്സിൻ്റെ. അത് ഐ തിങ്ക് ഞാൻ വിചാരിച്ചത് ആ ഒരു പ്രീ സീസണിൽ കാഴ്ചവെച്ച അതേ പെർഫോമൻസ് മേ ബി അത് പുള്ളിക്കാരൻ്റെ ആ ഒരു ഇത്രയും സമയം 6 മാസം ഓൾറെഡി ടീമിൻ്റെ അപ്പുറം കിട്ടി, പിന്നെ ഒരു ഫുൾ പ്രീ സീസണും കിട്ടി. അതുകൊണ്ട് ആ ഒരു സിസ്റ്റം ടീം മാറ്റി യോജിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ ആ ഒരു മത്സരം കണ്ട സമയത്ത് എനിക്ക് ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ചെയ്ത ആ ഒരു ടാക്സിക് വീഡിയോ ഓക്കെ, ഇത് ആക്ച്വലി ആ ഒരു രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അറ്റാക്കൊക്കെ ഒരു ജെല്ലാവുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 3 മത്സരം കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഇപ്പം ഭയങ്കര ദേഷ്യത്തിലായിരിക്കും, എസ്പെഷ്യലി ഇന്നലത്തെ ആ ഒരു മത്സരത്തിന് ശേഷം. അപ്പോൾ നിങ്ങളെ ഏതെങ്കിലും ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തു അമോറിം ഔട്ട് എന്ന് പറയുന്ന ക്യാമ്പയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ നാട്ടിൽ വന്നുകൊണ്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും, എൻ്റെ യൂഷ്വൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങളെ ഈ ഒരു മത്സരത്തിന് ശേഷം നിങ്ങളൊരു ഫീലിങ്സ് എന്ന് പറഞ്ഞത്? ആ ഒരു ആഴ്സണൽ മത്സരത്തിന് ശേഷം കിട്ടിയ ആ ഒരു വലിയ ഹൈപ്പ് ആൻഡ് ഈ ഒരു മത്സരത്തിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും മത്സരങ്ങൾ ഇങ്ങനെ വരാൻ പോവുകയാണ്. പുതിയ സീസൺ, പുതിയ ഒട്ടനവധി എൻ്റർടൈൻമെൻറ്റുമായിട്ട് ഇനിയും ഒരുപാട് മത്സരങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. ഈ ആഴ്ചത്തെ ദ ബിഗ്ഗസ്റ്റ് മത്സരം ഞായറാഴ്ചയാണ്. അതിനു മുന്നേ എല്ലാവർക്കും മത്സരമുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ട്, സിറ്റിക്ക് ഉണ്ട്, എല്ലാവർക്കും മത്സരമുണ്ട്, ചെൽസിക്ക്. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.